ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് നമ്മുടെ ചോക്ലേറ്റ് ഡെക്കറേഷൻ്റെ പാർട്ട് 2 ആണ്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം കാണിച്ച എപ്പിസോഡ് എല്ലാവർക്കും വളരെയേറെ ഇഷ്ടമായെന്ന് അറിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. കാണാത്തവർ അത് തീർച്ചയായിട്ടും ഒന്ന് പോയി കാണുക. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആഡ് ചെയ്യാം. നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? നമ്മുടെ ചോക്ലേറ്റ് ഡെക്കറേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്നും പറയുന്നത് പോലെ റൂം ടെമ്പറേച്ചറുള്ള ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഡാർക്ക് കോമ്പൗണ്ട് ചോക്ലേറ്റ് ആണ്. ഞാൻ മൈക്രോവേവിൽ ഇട്ടിട്ട് 30 സെക്കൻഡ് വെച്ച് മെൽറ്റ് ചെയ്തെടുത്തതാണ്. മൈക്രോവേവിലാണെങ്കിൽ 30 സെക്കൻഡ് മതി. ഇനി നമ്മൾ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെയാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത് എങ്കിൽ നമുക്കൊരു 10-15 മിനിറ്റിനുള്ളിൽ നമുക്ക് ചോക്ലേറ്റൊക്കെ നല്ല രീതിയിൽ മെൽറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഒട്ടും തന്നെ കട്ടയില്ലാതെ നമുക്ക് ചോക്ലേറ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് ആദ്യത്തെ സ്റ്റെപ്പ്. നമ്മുടെ ഈ ചോക്ലേറ്റ് നമ്മൾ ബട്ടർ പേപ്പറിലേക്കാണ് ഒഴിക്കാൻ പോകുന്നത്. ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഒഴിക്കരുത്. ഒരു ചെറിയ സ്പൂൺ എടുത്തിട്ട് വേണം നമ്മൾ ഒഴിച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് ഒഴിക്കുക, കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് സ്പൂൺ വെച്ച് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. ഈ രീതിയിലാണ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. സ്പൂണിന് പകരം നിങ്ങൾക്ക് പാലറ്റ് നൈഫ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വിരൽ വെച്ചിട്ടാണെങ്കിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാനായിട്ട് പറ്റും. നമ്മുടെ നോർമൽ കത്തി വെച്ചിട്ടാണെങ്കിലും ഇതുപോലെ സ്പ്രെഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ രീതിയിൽ ചെയ്യുമ്പോൾ നമ്മുടെ പെറ്റലിൻ്റെ ഷേപ്പ് ഓരോ തരത്തിലായിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ നമ്മൾ സിമ്പിളസ്റ്റ് മെത്തേഡാണ് ഇവിടെ കാണിക്കുന്നത്. സ്പൂൺ വെച്ചിട്ട് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. ഈ രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ നമുക്കിത് തണുപ്പിച്ചിട്ട് വരാം. ഞാനൊരു ട്രേയുടെ മുകളിൽ വെച്ചിട്ടാണ് ഞാൻ ഫ്രിഡ്ജിൽ വെക്കുന്നത്. അപ്പോൾ ട്രേയുടെ ഒരു കേർവ്ഡ് ആയിട്ടുള്ള ഭാഗത്തുള്ള പെറ്റൽസിന് ഒരു ചെറിയൊരു വളവ് ഉണ്ടാവും കേട്ടോ. അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ നിങ്ങൾ പെറ്റൽ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കേർവുള്ള രീതിയിൽ വെക്കുവാണെങ്കിൽ നല്ല ഭംഗിയുള്ള പെറ്റൽസ് കിട്ടും. നാച്ചുറലായിട്ട് തന്നെ ഒരു കേർവ് കിട്ടും കേട്ടോ. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. നല്ല ഭംഗിയാണ്. തണുത്ത് സെറ്റായി വരുമ്പോൾ നമുക്ക് കാണിച്ചു തരാം. ഒരു ചെറിയൊരു കേർവ് കണ്ടോ. അപ്പോൾ ഈ രീതിയിൽ കേക്കിൻ്റെ മുകളിലോ അല്ലെങ്കിൽ ഡെസേർട്ടിൻ്റെ മുകളിലോ നമ്മുടെ പേസ്ട്രിയുടെ മുകളിലൊക്കെ വെച്ച് കൊടുക്കാം. ഈ ഒരെണ്ണം തന്നെ വെച്ചാൽ തന്നെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. അപ്പോൾ നമുക്കിതിന് കുറച്ചുകൂടി ഭംഗി കൂട്ടാനായിട്ട് നമുക്ക് എഡിബിൾ കളേഴ്സൊക്കെ കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഉപയോഗിക്കുന്നത് എഡിബിൾ ഗോൾഡ് ലസ്റ്റാണ്. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ഗോൾഡ് ലസ്റ്റ് എങ്ങനെ ഇരിക്കുന്നതെന്നുള്ളത്. അപ്പോൾ നമുക്കത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുവാണ്. ഒരുപാട് ഇട്ട് കൊടുക്കേണ്ട, ചെറിയൊരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ കണ്ടു കഴിഞ്ഞൊരു ആൻറ്റിക് ഗോൾഡ് ടച്ചാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇതൊരെണ്ണം വെച്ചാൽ തന്നെ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ആദ്യത്തെ ഡെക്കറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ രീതിയിലൊക്കെ സെറ്റ് ചെയ്തെടുക്കുക നമ്മുടെ കേക്കിൻ്റെ മുകളിൽ. രണ്ടാമത്തെ സ്റ്റെപ്പ് ഡെക്കറേഷനാണ്. വളരെ സിമ്പിളാണ്, കാണാൻ നല്ല ഭംഗിയുള്ള ഡെക്കറേഷനാണ് കേട്ടോ. ഒരുപാട് ബുദ്ധിമുട്ടൊന്നുമില്ല ഇത് ചെയ്യാനായിട്ട്. ഏറ്റവും എളുപ്പമെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് നമ്മുടെ ബട്ടർ പേപ്പറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒരുപാട് തിന്നായിട്ട് സ്പ്രെഡ് ചെയ്യരുത്. അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം എയർ ബബിൾസ് പോകാൻ വേണ്ടിയിട്ട് ഒന്ന് തട്ടി കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ ഈ ചോക്ലേറ്റ് സെറ്റ് ആവുന്ന സമയത്ത് എയർ ബബിൾസ് കാണും. ഇനി പതുക്കെ നമ്മുടെ ഈ ഒരു ബട്ടർ പേപ്പർ ഒന്ന് ഫോൾഡ് ചെയ്യാനാണ് പോകുന്നത്. ഇതുപോലെ ഒരു സൈഡ് മാത്രം ഒന്ന് മടക്കി കൊടുക്കുകയാണ്. ഒരു ചെറിയൊരു വിശറി പോലെയാണ് മടക്കിയെടുക്കുന്നത്. ആ സൈഡ് ഒന്ന് ചെറുതായിട്ട് ക്ലിപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ഭാഗത്ത് മാത്രമേ നമ്മൾ ക്ലിപ്പ് ചെയ്യുന്നുള്ളൂ. മറ്റേ സൈഡ് ഓപ്പൺ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. നമുക്കിതൊരു ട്രേയിൽ വെച്ച് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാനാണ് പോകുന്നത്. നമ്മുടെ ചോക്ലേറ്റ് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് സമയമൊന്നും വേണ്ട സെറ്റായി വരാനായിട്ട്. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മുടെ ചോക്ലേറ്റൊക്കെ നന്നായി സെറ്റായിട്ട് വരും. ഒന്ന് മറിച്ച് നോക്കാം. ആ സൈഡാണ് ഏറ്റവും ഭംഗി. നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല ഭംഗിയായിട്ടോ കാണാനായിട്ട്. ഇതിന് കുറച്ചുകൂടി ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എഡിബിൾ ഗോൾഡൻ ലസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഷെയ്ഡിങ് പോലെ കൊടുക്കാം. ഞാനത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ആ ഒരു ഗോൾഡൻ ലസ്റ്റ് അടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഇതിനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. പ്ലെയിൻ ആയിട്ട് വെച്ചാലും ഭംഗിയാണ്. ഗോൾഡൻ ലസ്റ്റ് അടിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയുണ്ട് കേട്ടോ. എൻ്റെ ക്യാമറയിൽ ഇതിൻ്റെ ഒരു ഭംഗി കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. നേരിട്ട് കാണാൻ നല്ല ഭംഗിയാണ്. അപ്പോൾ നമുക്ക് ഈ രീതിയിലൊക്കെ നമ്മുടെ കേക്കിൻ്റെ മുകളിൽ ഡെക്കറേറ്റ് ചെയ്യാൻ നല്ല എലഗൻ ലുക്കായിരിക്കും. ഇന്ന് ഷെയർ ചെയ്തത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്സാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ എന്ന് പ്രസ് ചെയ്യാനും വിട്ടുപോകരുത്. വീണ്ടും പുതിയ രുചികളുമായിട്ട് കാണാം.